ദിലീപിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് 10 തലയുള്ള രാവണനാണ് ദിലീപ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ അന്വേഷണങ്ങൾ കൊണ്ടൊന്നും ദിലീപിൻ്റെ ഒരു തലയിൽ പോലും തൊടാൻ പറ്റില്ല. പിന്നെയാണോ ബാക്കി 9 തല? ശരിക്കും ദിലീപിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കോടീശ്വരനായിട്ട് ദിലീപ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ദിലീപിൻ്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയ കാശാണ്, കുറേ വക്രബുദ്ധി കൊണ്ടുണ്ടാക്കിയ കാശാണ്. ദിലീപ് എന്ന് പറഞ്ഞാൽ ഒരു വിനയ കുനിയനാണ്, അഹങ്കാരം തൊട്ട് തീണ്ടാത്ത, എല്ലാവരോടും സൗമ്യമായി സംസാരിക്കുന്ന, മൂപ്പരെ കാര്യം കാണാൻ വേണ്ടി മൂപ്പര് എന്ത് അറ്റം വരും പോലും ഒരാളെ എടുത്ത് വിനയ കുനിയനായിട്ട് മൂപ്പര് നിൽക്കും. പക്ഷെ ആരോടും വഴക്ക് കൂടില്ല. അങ്ങനെ കുറേ ക്വാളിറ്റികൾ ദിലീപിനുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 തലയുള്ള രാവണനാണ് മൂപ്പര്. അതുകൊണ്ട് ദിലീപ് എന്ന് പറഞ്ഞ ഒരു രാവണനെ ബുദ്ധി കൊണ്ട് തോൽപ്പിക്കണിങ്ങ. മൂപ്പരെ 7 അയലത്തേക്ക് പോലും ഇപ്പോൾ ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ തെളിവോ അന്വേഷണമോ എത്തിയിട്ടില്ല. അവിടേക്കൊക്കെ തെളിവോ അന്വേഷണം എത്തണമെങ്കിൽ ഈ രാവണനെ വെഴുത്തണമെങ്കിൽ, ഈ രാവണന് ഇതിൽ പങ്കുണ്ടെങ്കിൽ, ഈ ഒരു കേസിൻ്റെ ഉള്ളിൽ രാവണനായ ദിലീപിന് പങ്കുണ്ടെങ്കിൽ, ദിലീപിന് ആ പങ്ക് എന്താണെന്ന് തെളിയണമെങ്കിൽ ഇവിടെ CBI വരണം. CBIക്ക് മാത്രമേ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് ഇവിടെ സാധിക്കും. ഇവിടെ സിനിമാ നടന്മാരും സിനിമാ നടികളെയൊക്കെ ഇപ്പോഴും പല മേഖലയിലുള്ള ആൾക്കാരും ദൈവതുല്യമായി കാണുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്കൊക്കെ ചില സിനിമകൾ കണ്ടിട്ട് അവർ അഡിക്റ്റ് ആവുക. നമ്മൾ ദിലീപിൻ്റെ എത്ര സിനിമകൾ കണ്ടിട്ട് ഞാൻ അഡിക്റ്റ് ആയിട്ടുണ്ട്. എത്ര സിനിമകൾ വീണ്ടും വീണ്ടും നമ്മൾ ദിലീപിനെ കാണുന്നുണ്ട്. ദിലീപിൻ്റെ നടനായിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. വ്യക്തി ജീവിതത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ട, ഒരാളുടെ വ്യക്തി ജീവിതം നമുക്ക് കൂട്ടി കുഴക്കേണ്ട കാര്യമില്ല. ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇത് പബ്ലിക്കായി വന്നതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയണം. ദിലീപ് ഈ കോടികൾ ഉണ്ടാക്കിയത് അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല. നമ്മുടെ അമ്മയുടെ ധനശേഖരാർത്ഥം ഒരു സിനിമ എടുത്തു, 2020 എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. അതിൽ അഭിനയിച്ച ഒരു ആൾക്കാരും അതിൽ പ്രതിഫലം വാങ്ങാണ്ടാണ് അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ അഭിനയിക്കുന്ന ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരാൾ വേണം. ആ പ്രൊഡ്യൂസറായിട്ട് മുമ്പിട്ട് നിന്നത് ദിലീപാണ്. ആ ഒരൊറ്റ സിനിമ കൊണ്ട് എത്ര കോടി ദിലീപ് വാരിയെന്നറിയാം. അമ്മയ്ക്കും കിട്ടി. അമ്മയുടെ ഫണ്ടിൻ്റെ വലിയൊരു ഭാഗം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അമ്മയ്ക്കും കിട്ടി, ദിലീപിനും കിട്ടി. അപ്പോൾ കോടികൾ ഉണ്ടാക്കാനും അറിയാം, എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അഭിനയിച്ച് ആ പടം ഹിറ്റാക്കാനും അറിയാം. അതിലെന്തൊക്കെ മേമ്പൊടികൾ ചേർക്കണം, എന്തൊക്കെ ചേർത്താലാണ് ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുക എന്നും കൂടി അറിയാവുന്ന ഒരു ബുദ്ധി രാക്ഷസനായ ചാണക്യനെ വീഴ്ത്തണമെങ്കിൽ അതിന് ശക്തനായുള്ള ഒരു എതിരാളി മുമ്പിൽ വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസുമായി ദിലീപിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ദിലീപിൻ്റെ തായ്വേര് പോയി തപ്പിക്കൊണ്ടുവരണം. ഇങ്ങനെയുള്ളൊരു കേസ് ഇപ്പോൾ ദിലീപ് ആയാലും ഇതിൻ്റെ മറ്റുള്ള ആൾക്കാരായാലും ഇതൊക്കെ ഒരു വലിയൊരു കേസായി മാറുമെന്നും ഇങ്ങനെയുള്ള കോളികളൊക്കെ ഉണ്ടാവുമെന്നൊന്നും മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ 10 തലയുള്ള രാവണൻ ഇതെല്ലാം മുൻകൂട്ടി കാണും. ആ മുൻകൂട്ടി കണ്ടിട്ട് കൊണ്ട് തന്നെയാണ് മൂപ്പര് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ മേഖലയിൽ എങ്ങനെയൊക്കെ മൂപ്പര് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളത് തെളിയണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ അത് തെളിയുള്ളൂ. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. ഇവിടെ CBI വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. അവസാനം വിചാരിക്കും എന്തായാലും ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ദിലീപിന് നല്ലത് അതാണ്. എന്താ വെച്ചാൽ ഒരു CBI അന്വേഷണം വന്നിട്ട് അതിലും ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിലീപിനെ നമ്മൾ ആര് കുറ്റം പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ദിലീപിൻ്റെ പടം പരിഷ്കരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ദിലീപ് നമുക്കൊരു നടനാണ്. അപ്പോൾ അതിനുള്ള ഒരു കുറ്റവിമുക്തനാക്കേണ്ടത് ഒരു അത്യാവശ്യം ദിലീപിൻ്റെയും ജീവിതത്തിൽ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം.